റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? റബീഉൽ അവ്വൽ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാസം. കാരണം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ഈ മാസത്തിന് പ്രത്യേക ബന്ധമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മക്കയിലാണ്. അവിടുന്ന് മനുഷ്യരാശിക്ക് നൽകിയ സന്ദേശം ഒന്നായിരുന്നു: അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക. അജ്ഞതയും അനീതിയും നിറഞ്ഞിരുന്ന ഒരു സമൂഹത്തെ ഖുർആനിന്റെ സുന്നത്തിന്റെയും വെളിച്ചത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നയിച്ചു. അവിടുത്തെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം, ക്ഷമ, കരുണ, സത്യസന്ധത, അല്ലാഹുവിലുള്ള വിശ്വാസം എന്നിവയാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ ഒരു മാസം മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാനും അവിടുത്തെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഓർമ്മപ്പെടുത്തുന്ന ഒരവസരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പ് മക്ക എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള മക്കയിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. മക്കയിൽ കഅബ ഉണ്ടായിരുന്നെങ്കിലും ആളുകളിൽ പലരും അല്ലാഹുവിനൊപ്പം മറ്റു ദൈവങ്ങളെയും ആരാധിച്ചിരുന്നു. അന്നത്തെ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും ഗോത്രവൈര്യങ്ങളും ശക്തമായിരുന്നു. ദുർബലർ പലപ്പോഴും അനീതിക്ക് ഇരയായി. എന്നാൽ ആ ഇരുട്ടിനിടയിലും ചിലർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഏകദൈവ വിശ്വാസത്തിന്റെ പാരമ്പര്യം പിന്തുടരാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് മനുഷ്യരാശിക്ക് മഹത്തായ സന്ദേശവുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിലേക്ക് കടന്നുവന്നത്. അവിടുത്തെ ആ സന്ദേശം വളരെ വ്യക്തമായിരുന്നു: അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അനീതി ഉപേക്ഷിക്കുക, മനുഷ്യരോട് കരുണ കാണിക്കുക. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ തന്നെ അവരുടെ ജീവിതം പരീക്ഷണങ്ങളില്ലാത്തതായിരുന്നില്ല. അടുത്ത പാർട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ബാല്യകാലത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം.